ഹേ ഗായ്സ്, നമസ്കാരം. സോ ഞങ്ങളിതേ UK വന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്തിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു UK വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ മേടിച്ച ഐറ്റംസ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് കരുതി. സോ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയോ ഈ വീഡിയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആദ്യം തന്നെ പെട്ടിന്ന് മൊത്തവും നിരത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ അടിയിലടിയിൽ ഇരിപ്പുണ്ട്. സോ കൂടുതലും ചോക്ലേറ്റ്സും സ്പ്രേ അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് സാധനങ്ങളും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു ഞാൻ. സോ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ആദ്യമേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഗോപിക എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ പെർഫോം ചെയ്ത് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച്, എനിക്കൊന്ന് ചന്ദനമഴ സീരിയൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ചക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗോപിക ചെയ്തിട്ടുണ്ട്. സോ ആ ഗോപിക അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഡാൻസ് പെർഫോമൻസിന്. ഗോപിക തന്ന ഗിഫ്റ്റാണ് ഈ പെർഫ്യൂം, ഈ ബോഡി മിസ്റ്റ് ആൻഡ് ഈ ലക്ഷറി ബിസ്ക്കറ്റ്സ്. ഇത് കഴിച്ചു നോക്കിയില്ല, നോക്കണം. ബോഡി മിസ്റ്റ് ഞാൻ അവിടെ നിന്ന് അടിച്ചു നോക്കി, നല്ല മണമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് സെന്റ് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇത് കേംബ്രിഡ്ജിൽ നിന്ന് ആണ്. ഈ ബോട്ടിൽ നോക്കി കണ്ടോ, ഇവിടെ 2 ഫ്ലവേഴ്സ് ഉള്ള ക്യാപ്പാണ്. ഈ ഫ്ലവർ ഇങ്ങനെ കറങ്ങും കേട്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കറങ്ങും. സോ ഈ ക്യാപ്പ് പോലെ തന്നെ ഇതിന്റെ സ്മെല്ലും സൂപ്പറാണ്. അപ്പം ഞാൻ ഇതൊന്ന് ഉപയോഗിക്കും. താങ്ക് യു ഗോപിക കുട്ടി. നെക്സ്റ്റ് ഗിഫ്റ്റ്, ഞാൻ ഗിഫ്റ്റുകളെല്ലാം ആദ്യം കാണിച്ചു തീർക്കാം. പിന്നെ ഞങ്ങളുടെ ഞങ്ങളെ വിളിച്ച പ്രോഗ്രാം കോർഡിനേറ്റർ, നമ്മുടെ മെയിൻ ആള് പ്രദീപ് ചേട്ടൻ, കേംബ്രിഡ്ജിലെ പ്രോഗ്രാം പ്രദീപ് ഏട്ടൻ വൈഫ് ഗ്ലോബി ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നിരുന്നു. അതാണ് ഈ സെലിബ്രേഷൻസിന്റെ പാക്കറ്റ്. സോ ദിസ് ബോക്സ് ബൈ ഗ്ലോബി ചേച്ചി, താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് അയർലൻഡിൽ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും അടിപൊളി, UK ഉണ്ട് ഇത്, പിങ്ക് ലേഡി ആപ്പ്. കഴിച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചുമ്മാ ഒരു പാക്കറ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങി. ഇതിവിടെയും വരാറുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരി, ഗൂഗിൾ പറഞ്ഞു ഇവിടുത്തെ സുപ്രീമിൽ ഇത് കണ്ടിട്ടുണ്ടെന്നാണ്. പിങ്ക് ലേഡി ആപ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഗൈസ്. ട്രിവാൻഡ്രം സുപ്രീം. ഓക്കെ, പിങ്ക് ലേഡി ആപ്പിൾ. പിന്നെ ഇതും കേംബ്രിഡ്ജിൽ നിന്ന് വാങ്ങിയതാ. ഇത് ഓസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഷാമ്പൂവും കണ്ടീഷണറും മേടിച്ചു. ഇത് എൻ്റെ അടുത്ത് ഗോപിക പറഞ്ഞതാ, ഭയങ്കര നല്ല ഷാമ്പൂ കണ്ടീഷണർ ആണെന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിയതാ. ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് ഞാൻ ഓഫർ ഉള്ളതുകൊണ്ട് 3 എണ്ണം മേടിച്ചു. പിന്നെ ഇത് ഗോപിക വെച്ചല്ലേ, ഹേസൽ ന്യൂഡ് ചോക്കോസ്. ഇത് എവിടെന്നാ വാങ്ങിയേ, ഓർമ്മയുണ്ടോ? തന്നതാണോ? ഇത് നയന വിവേക് തന്നതല്ലേ? ഇത് നമ്മൾക്ക് നയനയും വിവേകും തന്നതാ. യെസ്, എനിക്ക് നട്സുള്ള ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നയനയും വിവേകും ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ നട്സുള്ള ചോക്ലേറ്റ്. പിന്നെ ദാ ഈ വോഫിൾ, കാരമലൈസ്ഡ് വോഫിൾ, ഇതും എൻ്റെ ഫേവറേറ്റാണ്. ഇത് അവർ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. ഇത് 2 മാത്രമല്ല, ഇതുമുണ്ട് ടോണീസ് ചോക്ലേറ്റ്. ഇത് നട്സുള്ള ചോക്ലേറ്റാണ്. ഓക്കെ, സോ ഒരു പടിക്ക് കുറേ പക്ഷികൾ കിട്ടി. ഇതെല്ലാം ഞങ്ങൾ മേടിച്ച പെർഫ്യൂമാണ്. സോ എല്ലാം അടിപൊളി സ്മെല്ലാണ്. പ്ലേ ബോയ് ഇത് കിടിലാണ്. പിന്നെ ഇതും സൂപ്പറാണ്, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റ്. ഇതും ഈ സെയിം ബ്രാൻഡ്, സെൻറ്റ് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സുപ്രീം. ഇത് ഗോകുൽ വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇതും സോറി, ഇത് 2ഉം ഇതും ഇതാ റോയൽ ലസർ. എല്ലാം ഭയങ്കര നല്ല സ്മെല്ല്. എല്ലാം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങ് മേടിച്ചതാണ്. ഇത്രയും പെർഫ്യൂം. ഡ്രൈ ഷാംപൂ, ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, എവിടെ അവൈലബിൾ എന്നൊന്നും എനിക്കറിയില്ല. സ്പ്രേ പോലെ ഷാംപൂ മീൻസ് പെട്ടെന്ന് നമുക്ക് തല കുളിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ മുടി എപ്പോഴും ഓയിലിയോ ഈ ഇവിടെ, അപ്പോൾ എനിക്ക് എപ്പോഴും പ്രോഗ്രാമിൻ്റെ സമയത്ത് എല്ലാ ദിവസവും ഷാംപൂ ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, കണ്ടപ്പോൾ തന്നെ ഞാൻ മേടിച്ചു. ഇത് ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് UK അറിയാം, UK എല്ലായിടത്തും ഉള്ള ഒരു ചെയിൻ ഷോപ്പാണ് ബൂട്ട്സ്. സോ ഡ്രൈ ഷാമ്പു വാങ്ങി. പിന്നെ ഇത് ഞങ്ങൾക്ക് അയർലൻഡിലെ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ അനു ചേച്ചി, സാവിൻ്റെ വൈഫ് ചേച്ചി തന്നതാ. അവിടെ ഗിഫ്റ്റ് കിട്ടിയതാ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു കേക്ക് പോലെയാണ്, ചോക്ലേറ്റും അതിൻ്റെ അകത്ത് കേക്ക് പോലെ. നമ്മുടെ ചോക്കോ പൈ ഒക്കെ ഇരിക്കുന്നിരിക്കും, പക്ഷെ പൊളി ടേസ്റ്റാണ്. ഇത് 2 പാക്കറ്റ് കിട്ടി. ഇത് അതേപോലെ എന്തോ ഒരു റോളാണ്,
സെയിം കമ്പനിയുടെ തന്നെയാണ്. സെയിം കമ്പനിയാണല്ലേ? ആ സെയിം കമ്പനി. ഇത് അവര് തന്നെയാ. അത് തന്നെ വേറെ ഷേപ്പ് ആയിരിക്കും. അത് വേറെ ഫ്ലേവർ ആണെന്നേ ഉള്ളൂ, 2 ഫ്ലേവർ. അതും അതൊരു പാക്കറ്റ് ഉള്ളു. ഇത് സീഷൽ, ഇത് ഞാൻ മേടിച്ച ചോക്ലേറ്റ് ആണ്. ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ്. ഇത് നീ എന്തുകൊണ്ടാണ് മേടിച്ചേ? ഇത് ഞാൻ ചുമ്മാ ഇതിന്റെ ഭംഗി കണ്ട് മേടിച്ചതാ. സീഷൽസ് കഴിച്ചു നോക്കുമ്പോ ഇവിടെ നോക്കട്ടെ. ഓ ഓക്കെ. പിന്നെ ഇത് ടെസ്കോ എന്ന് പറഞ്ഞ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോലത്തെ വരുന്നത് ചോക്ലേറ്റ് ബ്രൗണി ആണ്. ഇത് ഞാൻ ഇപ്പൊ കഴിച്ചു നോക്കി. അതാണ് പൊട്ടിയിരിക്കുന്നേ. യെസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സെപ്റ്റംബർ 9 വരെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് വാങ്ങി. പിന്നെ അവിടുത്തെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനങ്ങളും മേടിക്കാൻ പറ്റില്ല. അവിടുത്തെ യോഗട്ടൊക്കെ എനിക്ക് മേടിച്ചോണ്ട് വരാൻ പറ്റിയെങ്കിൽ ഞാനൊരു പെട്ടി വാങ്ങിച്ചേനെ. പക്ഷെ അതുകൊണ്ട് ഇത് പുറത്തിരുന്നോണ്ട് വാങ്ങിച്ചു. ഇതും പിന്നെ നമ്മൾ കൊറേ അവിടുത്തെ നല്ല ബ്രാൻഡാണ് ഈ ടേറ്റോ എന്ന് പറഞ്ഞ ടേറ്റോ ചിപ്സ്. അവിടെ നിന്ന് കുറെ ചിപ്സുകൾ വാങ്ങി. അതൊക്കെ എനിക്കുള്ളതാണ്. ഇതെല്ലാം ഒരു ലോഡ് വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഗോകുൽ. പിന്നെ ഇതും ഗോകുൽ സാർ വാങ്ങിയതാണ്. മെന്റോസ് നമുക്ക് ഇത് ഇവിടെ കിട്ടാത്ത ഫ്ലേവർ ആണ്. ഇവിടെ കിട്ടുമായിരിക്കുമോ? ഇതൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ചെറി ഫ്ലേവർ മെന്റോസ് അവിടെ ഒരുപാടുണ്ട്. പിന്നെ ഇതൊരു റോസ് വൈൻ ആണ്. റോസ് വൈൻ ചെറിയൊരു ക്യാനിൽ ടേസ്റ്റ് നോക്കാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ഹോട്ടൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഇതിന്റെ ഷേക്ക് ഞാൻ കുടിച്ചു. അതിന്റെ ചോക്ലേറ്റ് വിത്ത് ഫ്രൂട്ട് ആൻഡ് നട്ട്. അപ്പം ഫ്രൂട്ട് ആൻഡ് നട്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചൊരു സാധനമാണ്. പിന്നെ ഇത് കൊക്കോവ ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു സാധനം, ജെന്റിൽ ബ്രൗൺസ് മോയ്സ്ചറൈസർ. ഇത് വാങ്ങി. ഇട്ടപ്പോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നോണ്ട് അതും വാങ്ങി. പിന്നെ കുറെ സുവനീർ മേടിച്ചിട്ടുണ്ട് ലണ്ടനിൽ. അവിടുത്തെ ഫേമസ് ലണ്ടൻ ബസ്സുകൾ, കീ ചെയിൻസ്, ടെലിഫോൺ, ഇതൊക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ സ്മാർട്ടീസ് സൂപ്പറാണ്. ചുമ്മാ നമ്മുടെ നാട്ടിലൊക്കെ ജംസ് മുട്ടായി കഴിക്കുന്ന പോലെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അവിടുത്തെ മെയിൻലി മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ, അവിടുത്തെ മിൽക്ക് കിഡിലാണ്. അതുകൊണ്ട് മിൽക്ക് റിലേറ്റഡ് എല്ലാം ധൈര്യമായിട്ട് മേടിക്കാം. നമ്മുടെ ഇവിടത്തെ കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കാരണം അത്രയും ക്വാളിറ്റി മിൽക്ക് ഉണ്ട്. ഇതൊക്കെ അലിഞ്ഞു. കുറേ ബാർ ചോക്ലേറ്റ്സ് വാങ്ങി. എയറോ, റീസ്. ഇത് നന്ദുവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചതാ, റീസീസിൻ്റെ. ഇതൊക്കെ ബാർ ചോക്ലേറ്റ്സ്. പിന്നെ നമ്മൾ ചിക്കൻ മാഗി നൂഡിൽസിൻ്റെ ഇത് വാങ്ങി. രാത്രി ചിലപ്പോൾ മാഗി കഴിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ഗൂഗിളിലെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കും ഉണ്ടാക്കി. അതാണ് പ്ലാൻ. സോ ദിസ് ഈസ് സ്പെഷ്യൽ ഇൻസ്റ്റന്റ് മാഗി നൂഡിൽസ് ചിക്കൻ. പിന്നെ ബൂട്ട്സ് എന്ന് പറഞ്ഞ ആ കടയുടെ തന്നെ കോക്കനട്ട് ആൻഡ് വാനില ഷാംപൂ കണ്ടീഷണർ വാങ്ങി. ഇതൊക്കെ നമ്മളുടെ സ്റ്റോക്കിംഗ് ആണ്, സ്റ്റോക്ക് ചെയ്ത് വെക്കാം കുറേ നാളത്തേക്ക്. ഇത് ഞങ്ങൾ അയർലൻഡിൽ താമസിച്ച ബീന എന്ന് പറഞ്ഞ ചേച്ചി തന്ന ഗിഫ്റ്റ് ആണ്. സോറി, നേരത്തെ ഞാൻ പറഞ്ഞ പ്രദീപേട്ടൻ ഗ്ലോബി ചേച്ചി തന്ന ഒരു വൈനാണ് ഇത്. ഇത് കേംബ്രിഡ്ജ് വൈനും ഐറിഷ് വൈനും. ഇത് ഞാനൊരു ചെറിയ ട്രാവൽ പാക്ക് വാങ്ങിയതാ. ഇതിനകത്ത് വന്നിട്ട് ഭയങ്കര സ്മെല്ലാ. ബോഡി വാഷ് ഉണ്ട്, തുറന്ന് ഇത് ഒരെണ്ണം ടെസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം പുറത്തിരിപ്പുണ്ട്. ഇത് ബോഡി മിസ്റ്റ് ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് വാങ്ങിയതാണോ? വാങ്ങിയതാണല്ലേ? ഞാൻ വാങ്ങിയില്ല. ഇത് എവിടെ നിന്നാന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. ഓർമ്മയില്ല. ഇത് ഗൂഗിൾ വാങ്ങിച്ചതാ. ഇതൊരു ചൈനീസോ ജാപ്പനീസോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ആൽമണ്ട് സ്റ്റിക്സ്, ജാപ്പനീസ്. ഇത് വാങ്ങിയത് പൗണ്ട് അവിടുന്നല്ലേ? അല്ലല്ല, അയർലൻഡിൽ നിന്ന്. ഇത് നമ്മൾ ലാസ്റ്റ് ലണ്ടനിൽ നിന്ന് മേടിച്ചത്. നമ്മൾ മറ്റേ അയർലൻഡിൽ നടന്നു പോയി മേടിച്ചില്ലേ? ഇത് സോക്സ്. ഗൂഗിൾ എവിടെ പോയാലും വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് സോക്സ്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി, അവിടത്തൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടേക്ക് ഉണ്ട്, പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര റേറ്റ്. ഇത് കുറെ നാളെ ലോങ് ലാസ്റ്റിംഗ്. ബിക്കോസ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചു കൊടുത്ത സോക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ
അയ്യോ ദാ അവിടെ ഒരാൾ ഇരുന്ന് ഉറങ്ങും ഇപ്പൊ. എവിടെ? ഞാനിപ്പോഴാണ് കണ്ടത്. രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒരു വ്യൂവർ ഉണ്ട്. എന്തോ കേട്ടില്ല. വീഡിയോ എടുക്കുന്നോണ്ട് രാത്രി മിണ്ടാതിരിക്കുന്നതാണ്. കണ്ട അതും ഫാൻ പോലും ഇട്ടിട്ടില്ല പാവം. ചൂടത്ത് ഫാൻ ഇട്ടാ നിങ്ങക്ക് സൗണ്ട് കേൾക്കത്തില്ല. പിന്നെ മിൽക്കി ബാർ, അത് ഗോകുല് വാങ്ങിയതാണ്. അത് ഞാൻ മേടിച്ചല്ല, തന്നതാ. ഇത് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇത് എവിടെ പോയാലും ഒരെണ്ണം മേടിച്ചിരിക്കുന്നത് സൂപ്പറാണ്. റേസിൻസ് ഉള്ള ചോക്ലേറ്റ്സ്. ഇതും ഗോകുല് മേടിച്ചതാണോ ഗിഫ്റ്റ് കിട്ടിയതാണോ? ഇത് എല്ലാരും ഇത് ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. ഇത് ക്യാൻഡിയാണ്. ഇത് സൂപ്പർ സാധനമാണ്. ബൂട്ട്സിന്റെ കുക്കുംബർ മോയ്സ്ചറൈസർ കിഡിലാണ് ഇത്. പിന്നെ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഈ സ്പ്രേ തന്ന ഗോപിക തന്നെ തന്നതാണ് ഈ ബോഡി സ്ക്രബ്. ഇത് ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തു. ഇത് ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഒരു റോൾ ഓൺ ആണ്. അമ്മാമ്മ എപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. സോ ഫ്ലവർ ഫ്രഷിന്റെ ഇത് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ കപ്പ് നമ്മളുടെ ഫോട്ടോ ഉള്ള കപ്പാണ്. ഇതും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സെന്റഡ് കാൻഡിൽ. ഇതും സൂപ്പർ മണമാണ്. ഇത് അടിപൊളിയാണ്. ഇതെന്ന് പറഞ്ഞിട്ട് വേഫർ ഉണ്ട്. മുകളിൽ വേഫർ അതിൻ്റെ അകത്തൊരു ക്രീം, ഹേസൽനട്ട്, ചോക്ലേറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് ഒരു സൂപ്പർ സാധനമാണ്. ഇത് ഒരെണ്ണം അവിടെ നിന്ന് കഴിച്ചു നോക്കിയിട്ട് മേടിച്ചതാ. ഇതും നയനയും വിവേകം തന്ന സാധനമാണ്. ഇത് കിഡിലാണ്. ഇത് നമ്മൾ അന്ന് നാട്ടിൽ പോയപ്പം ഇരുന്ന് കഴിച്ചത് ഓർമ്മയുണ്ടോ? ഇത് ബോട്ടിൽ ഓപ്പണർ. ലണ്ടന്റെ ഓർമ്മയ്ക്കായി ബിഗ് ബെന്നിന്റെ ബോട്ടിൽ ഓപ്പണർ ചുയിങ്കം. ഇതും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കേക്ക് പോലത്തെ ബണ്ണി ബെയറിന്റെ ഇതുള്ള ഒരു സാധനമാണ്. എക്സ്പയറി ഡേറ്റ് എത്ര നാളുണ്ടെന്നും കൂടെ നോക്കണം. അത് നാളെ തീരുമല്ലോ. ഇത് നാളെ തീർക്കാൻ വേണ്ടി വാങ്ങിയതല്ല, കുറെ ദിവസം കഴിക്കാനുള്ളതാ. കിറ്റ് കാറ്റ് ചോക്ലേറ്റ് ബാർ. ഇത് നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് കിട്ടിയ സാധനം. പിന്നെ ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കിൻഡർ ബീനോ. ഇത് ബീനസിറ്റി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇനി ഞാൻ കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. ഗേൾസിനൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. 3 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു. അവിടെ വെയിൽ കുറേ കൊണ്ടു, നല്ല സ്കിൻ ഡ്രൈ ആയി. അപ്പം അതൊന്ന് സൂതനാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്രൈറ്റനിങ് മാസ്ക്, ഒരു സൂത്തിങ് മാസ്ക് എല്ലാം ഇട്ട് നോക്കണം. ഇത് വേറെ ക്യാൻഡില എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 3 മാസ്ക്. പിന്നെ ഐബ്രോ പെൻസിൽ. നമ്മൾ എബ്രോഡ് നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഐബ്രോ പെൻസിൽ വാങ്ങിക്കണം. സൂപ്പറാണ്. ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്യുവർ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് കൊറിയൻ ബ്രാൻഡാണ്. ഇത് അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി മേടിച്ച ഒരു ഐബ്രോ പെൻസിൽ. ഇതും പ്യുവർ സോൾ ആ ഷോപ്പിൽ തന്നെ മേടിച്ച. ഇതൊരു ചൈനീസ് ഷോപ്പാണ്. അവിടെ നിന്ന് വാങ്ങിച്ച സെറം, ഹൈറലോണിക് ഗ്ലോ സെറമാണ്. ഇത് രാവിലെ ഇടാൻ പറ്റും. ഇതും സൂപ്പറാന്ന് തോന്നുന്നു. യൂസ് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ പിന്നീട് ആരെങ്കിലും വരുമ്പോൾ കൊള്ളില്ലെങ്കിലും നമുക്ക് സ്കിൻ പ്രോഡക്റ്റ് എസ്പെഷ്യലി നമ്മുടെ മുഖത്ത് ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം ഓരോ ആളുകൾക്ക് ഓരോ സ്കിൻ ടൈപ്പാണ്. അപ്പം അവർക്ക് അത് വേറെ ആൾ ഉപയോഗിച്ചെന്നും പറഞ്ഞ് നമുക്ക് എടുത്തിടാൻ പറ്റില്ല. നമ്മുടെ ഫേസിൽ ഇട്ട് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. പ്രൈമർ അത്യാവശ്യമായിരുന്നു. എനിക്ക് മാറ്റ് ഫിനിഷ് പ്രൈമറാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എൻ്റെ മുഖത്ത് അത് പറ്റുന്നില്ല. വെള്ളം അക്വ വാട്ടറി സാധനങ്ങളെ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വാങ്ങി. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി. സൂപ്പർ സാധനം. ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത് ഒരെണ്ണം ഫ്ലോപ്പായി പോയി. എന്നാലും ഇത് ഉപയോഗിക്കും. നല്ല ഡാർക്ക് കളറായിപ്പോയി രണ്ടും. സോ ഞാൻ ഉപയോഗിക്കും. പിന്നെ ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്. ഇത് പൊളി സാധനം, എസെൻസിന്റെ. ഇതെനിക്ക് വെറും €1 കിട്ടിയത്. 100 രൂപയ്ക്ക്. നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ലിപ്സ്റ്റിക്ക് കിട്ടുമോ? ബ്രാൻഡഡ് സാധനം. അത് ഞാൻ അവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചു. ഒന്നും നോക്കിയില്ല. ഇത് അമ്മയ്ക്ക് ഞാൻ ലിപ് ലൈനർ. ഇത് ലിപ് ബട്ടർ. ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. കാട്രൈസ് എന്ന് പറഞ്ഞ ഭയങ്കര ഫേമസ് ബ്രാൻഡാണ്. ഇതും കാട്രൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഇത് രണ്ടും. ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അധ്വാനിച്ച പൈസ കൊണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഇത് ഇത്രയും സാധനങ്ങൾ ഒരു 4 മാസം കൊണ്ട് 4 മാസം കൊണ്ടാ. നാളെ നോക്കാം ഇത് ബാക്കി ഉണ്ടോ ഇല്ലെന്ന്. നാളെ നോക്കാന്നോ? ഇത് പതുക്കെ ഓരോ ദിവസം കൊണ്ട് എല്ലാരും കഴിച്ചു തീർക്കാനുള്ളത്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ UK, കേംബ്രിഡ്ജ്, അയർലൻഡ്, ലണ്ടൻ ഈ 3 സ്ഥലത്തു നിന്ന് മേടിച്ച സാധനങ്ങളാണ് ഇത്. ഇനി ഇതിന് ഓരോന്നായിട്ട് രാജമ്മനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി രാജമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വരുന്ന ദിവസം തന്നെ നോക്കി ചിക്കനും എല്ലാം വാങ്ങി വെച്ച് സെറ്റാക്കി. അവിടെ എത്ര ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് അറിയാമോ? എത്ര രാജമ്മ? എണ്ണിയില്ല. എന്തായാലും 20. ആ ഗൂഗിളില് 10 ചപ്പാത്തി, എനിക്കൊരു 3. പിന്നെ വിച്ചുചേട്ടൻ ഇപ്പൊ വരും. സോ എല്ലാരും കൂടി ഇരുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോ, അയ്യോ ഇതും കൂടെ ഉണ്ട്. ഞാൻ 3 ഉടുപ്പും കൂടെ വാങ്ങിയായിരുന്നു. ഇത് നല്ല പ്രൈസ് കുറഞ്ഞു കിട്ടി. ഇത് ത്രിഫ്റ്റ് ഷോപ്പിൽ നിന്നല്ലേ? അല്ല, ഇതല്ലാതെ അവിടുത്തെ ഏത് കടയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊരെണ്ണം. എനിക്ക് ഷർട്ട് പ്രാന്തായതുകൊണ്ട് ഈ ഷർട്ട് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ആ വീഡിയോ നിങ്ങൾ ഇനിയും കാണാൻ ബാക്കിയുള്ളവർ കാണണം. ഞങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് വീഡിയോ, അതിൽ ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ജീൻസിന്റെ. അതും ശരിയാ. ഇനി 2 കൂടെ മിസ്സായിട്ടുണ്ട്. ഒരെണ്ണം ഈ സാധനം, സെക്കൻഡ് വൺ ഈ സാധനം. ഇത് എന്റെ അല്ല, ഇത് നമ്മുടെ പൊട്ടിക്കുട്ടിയുടെ ആണ്. ക്യൂട്ടി കോട്ട്. ഓക്കെ, ഇത് രണ്ടും തന്നത് നമ്മളെ അനിയക്കുട്ടിയാണ്. അനയ. അയ്യോ അവളിത് കേക്കണ്ട. അനയ നമ്മളെ യൂണിവേഴ്സിറ്റി കുട്ടി, നമ്മളെ കൂടെ കളിച്ച ഹാർട്ട് അറ്റാക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവള് കഷ്ടപ്പെട്ട് മറ്റേ വോയിലൊക്കെ പറന്ന് അവള് ഗോപിയൊക്കെ കറക്റ്റ് സാധനം നമ്മൾ പോറാകുന്ന ടൈമില് കറക്റ്റ് കൊണ്ടെത്തിച്ച് തന്ന സാധനമാണ്. ഇതൊരു മനസ്സിൽ കണ്ട സാധനം. താങ്ക്സ് നമുക്ക്. ഓക്കെ, അതെ, ഞങ്ങൾ ഇനി ഇത് വെച്ച് ഇത് ജീവിതകാലം മൊത്തം ഇതിലായിരിക്കും ഞാൻ. പൊട്ടുന്നത് വരെ പൊട്ടിയാൽ ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ശരി, ബൈ ടാറ്റ. ഇനി ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ. കഴിഞ്ഞു.